നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടത് ഓർത്തഡോക്സ് സഭയോ? 2016 മാധ്യമപ്രവർത്തനം ഉപേക്ഷിച്ച് ആറന്മുളയിൽ CPM സ്ഥാനാർത്ഥിയായ വീണ ജോർജിനെ അവിടേക്ക് ശുപാർശ ചെയ്തത് ഓർത്തഡോക്സ് സഭയുടെ ബിഷപ്പായിരുന്നു. എന്നാൽ ഇക്കുറി ഇടതു ജനാധിപത്യ മുന്നണിയുമായി പൂർണ്ണമായി അകന്നു കഴിഞ്ഞ ഓർത്തഡോക്സ് സഭ തങ്ങളുടെ കുഞ്ഞാടിനെ തങ്ങൾ തന്നെ തോൽപ്പിക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇക്കാര്യം മനസ്സിലാക്കിയ CPM സംസ്ഥാന നേതൃത്വം സഭയുടെയും വീണയുടെയും ഭർത്താവിന്റെയും ആവശ്യം തള്ളുകയായിരുന്നു. ഇക്കുറി ഏതായാലും UDFിനെ അനുകൂലിക്കാനാണ് ഓർത്തഡോക്സ് സഭയുടെ താല്പര്യം. വീണ ജോർജ് മൂന്നാമത് മത്സരിക്കുന്നതിൽ മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫിന് എതിർപ്പുണ്ടെന്ന് സൂചനയുണ്ടായിരുന്നു. ഇക്കാര്യം CPM ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഇത് CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റിലും ചർച്ചയായിരുന്നു. തോമസ് ഐസക്കിനും ഇക്കാര്യം അറിയാമായിരുന്നു. എന്നാൽ പിണറായിക്ക് പണി കിട്ടട്ടെ എന്ന താല്പര്യത്തിലാണ് ഐസക് വീണയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കരുതെന്ന ആവശ്യവുമായി ഭർത്താവ് ജോർജ് ജോസഫ് കഴിഞ്ഞ ദിവസമാണ് CPMനെ സമീപിച്ചത്. തിങ്കളാഴ്ച ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയം ചർച്ച ചെയ്തു. യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ തോമസ് ഐസക് ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തിലേക്ക് റിപ്പോർട്ട് ചെയ്തു. വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവായതിനാൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണ്. കുടുംബപരമായ കാര്യങ്ങളുണ്ടെന്നാണ് ജോർജ് CPM നേതാക്കളെ അറിയിച്ചിട്ടുള്ളത്. ഓർത്തഡോക്സ് സഭ മുൻ സെക്രട്ടറിയാണ് ജോർജ്. സംസ്ഥാന ജില്ലാ ഏരിയ നേതാക്കളോടാണ് ജോർജ് ഫോണിലൂടെയും ചിലരോട് നേരിട്ടും വാക്കാൽ ആവശ്യപ്പെട്ടത്. ഏരിയ തലത്തിലുള്ളവർ ജില്ലാ തലത്തിലേക്കും ജില്ലാ തലത്തിൽ നിന്ന് സംസ്ഥാന തലത്തിലേക്ക് വിവരം കൈമാറി. വീണ ജോർജിനോടും ഭർത്താവിനോടും ചോദിച്ച് നിജസ്ഥിതി അറിയാനുള്ള നീക്കം സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുണ്ടാകും. ആറന്മുളയിലെ സിറ്റിംഗ് MLA ആയ വീണ ജോർജിനെ അവിടെ വീണ്ടും മത്സരിപ്പിക്കാനാണ് CPM സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. ജില്ലാ കമ്മിറ്റി വീണയുടെ പേര് മാത്രമേ ശുപാർശ ചെയ്തിട്ടുള്ളൂ. 2016 പുതുമുഖ സ്ഥാനാർത്ഥിയായിട്ടാണ് മാധ്യമപ്രവർത്തക എന്ന വീണ CPM ചിഹ്നത്തിൽ ആറന്മുളയിൽ മത്സരിച്ചത്. 2021 വിജയം ആവർത്തിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും ജയിച്ചില്ല. ജോർജിൽ നിന്ന് ഇത്തരമൊരു ആവശ്യമുണ്ടായത് CPMൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ് വീണ പത്തനംതിട്ട കൊടുമണ്ണിലെ വീട്ടിൽ വിശ്രമത്തിലാണ്. അവിടെ നിന്ന് പത്തനംതിട്ടയിലെ സർക്കാർ ചടങ്ങിൽ പങ്കെടുത്തെങ്കിലും ഒഴിഞ്ഞ കസാരകളെ നോക്കി അവർക്ക് പ്രസംഗിക്കേണ്ടി വന്നു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സഭയാണ് ഓർത്തഡോക്സ് സഭ. സഭാ നേതൃത്വത്തിന്റെ വാക്കുകൾക്ക് കോൺഗ്രസ് നൽകുന്നത് വലിയ പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ ആറന്മുളയിൽ ഇരുതവണ UDF ജയിക്കട്ടെ എന്ന് സഭാ നേതൃത്വം തീരുമാനിച്ചാൽ ജനക്കൂട്ടം അതിന് കൈയടിക്കും. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ വ്യാപകമായ തോതിൽ എതിർശബ്ദങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് വീണ ജോർജിന്റെ പിന്മാറ്റം ചർച്ചയായത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അധികം തിളങ്ങിയ വകുപ്പാണ് ആരോഗ്യം. ശൈലജ ടീച്ചറായിരുന്നു അന്ന് മന്ത്രി. ശൈലജയുടെ ഇമേജ് ഇല്ലാതാക്കാൻ പിണറായി ശ്രമിച്ചിട്ട് പോലും നടന്നില്ല. ടീച്ചറമ്മ എന്നാണ് അക്കാലത്ത് ശൈലജ അറിയപ്പെട്ടത്. ശൈലജ ടീച്ചറെ മന്ത്രിയാകാതിരുന്നത് CPMന്റെയും പിണറായിയുടെയും അതിബുദ്ധിയായിരുന്നു. മന്ത്രിയായില്ലെങ്കിൽ പോലും കഴിഞ്ഞ 5 വർഷം, അതായത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും ചർച്ച ചെയ്യപ്പെട്ടത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുള്ള ശൈലജയുടെ നേട്ടങ്ങളാണ്. വീണ ജോർജ് മന്ത്രി ആയപ്പോൾ തന്നെ അവർക്ക് നേരിടേണ്ടി വന്നത് ശൈലജ ടീച്ചറുടെ ഇമേജാണ്. അതുകൊണ്ട് തന്നെ വലിയ മാനസിക സമ്മർദ്ദമാണ് വീണ ജോർജ് അനുഭവിച്ചത്. എന്ത് പറയുമ്പോഴും അവരെ ശൈലജ ടീച്ചറുമായി ജനങ്ങൾ താരതമ്യം ചെയ്തു. സർക്കാർ നിയന്ത്രണങ്ങളിൽ ഇളവ് ആലോചിക്കുന്നതിനിടയിലാണ് മന്ത്രിയുടെ വിശദീകരണം വന്നത്. കേന്ദ്രമാകട്ടെ ഓണത്തിൽ പോലും ഇളവ് നൽകരുതെന്ന അഭിപ്രായക്കാരായിരുന്നു. രാജ്യത്ത് കോവിഡ് ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന്റെ സ്ഥിതി അതീവ ഗൗരവമാണെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായം. മൂന്നാമത് അബദ്ധം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണ സമയത്തായിരുന്നു. മന്ത്രിയുടെ സ്റ്റാഫിൽ ഒരാൾ കേസിൽ പ്രതിയായി. SFI പ്രവർത്തകനെ മന്ത്രി തള്ളിപ്പറഞ്ഞു. സ്വന്തം സഖാവിനെ തള്ളിപ്പറഞ്ഞ മന്ത്രി വീണ ജോർജിനെതിരെ SFIയിൽ രോഷമുയർന്നു. മന്ത്രിയായപ്പോൾ വീണ തലമറന്ന് എണ്ണ തയ്ക്കുകയാണെന്നായിരുന്നു ആരോപണം. വീണ ജോർജിനെതിരെ മുഖ്യമന്ത്രിക്ക് മുന്നിലും പരാതികളെത്തി. ഏഷ്യാനെറ്റിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത് വീണ ജോർജിന് വിനയായി. വീണയുടെ നിലപാട് കോടിയേരി തള്ളി. പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തതിന് SFI നേതാവിനെതിരെ ഇത്രയൊന്നും പറയേണ്ടതില്ലെന്നാണ് കോടിയേരിയുടെ നിലപാട്. മുൻമന്ത്രി KK ശൈലജയുടെ വിശ്വസ്തനായ ഡോക്ടറെ തള്ളിപ്പറഞ്ഞാണ് പിന്നീട് മന്ത്രി വീണ ജോർജ് വാർത്തയിൽ നിറഞ്ഞത്. അട്ടപ്പാടി കോട്ടത്ര ട്രൈബൽ വെൽഫെയർ ആശുപത്രിയിലെ സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസിനെയാണ് CPMന്റെ വാക്ക് കേട്ട് വീണ ജോർജ് അരിഞ്ഞു വീഴ്ത്തിയത്. CPMനെതിരെ സംസാരിച്ചാൽ ഉദ്യോഗസ്ഥരുടെ പണി തെറിക്കുമെന്ന വർത്തമാനകാല കീഴ്വഴക്കത്തിന് ഉദാഹരണമായി മാറി
ആദിവാസികൾക്ക് വേണ്ടി സ്വജീവിതം പണയം വെച്ച കോട്ടത്തറ ആശുപത്രി സൂപ്രണ്ടിന്റെ സ്ഥലം മാറ്റം. ആരോഗ്യമന്ത്രിയുടെ മിന്നൽ പരിശോധനയിൽ നിന്നും തന്നെ മാറ്റി നിർത്തിയെന്ന ആക്ഷേപമാണ് ഡോക്ടർ പ്രഭുദാസ് ആദ്യം ഉന്നയിച്ചത്. കോട്ടത്തറ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ കൈക്കൂലി വാങ്ങാൻ ശ്രമിച്ചെന്ന ഡോക്ടർ പ്രഭുദാസിന്റെ ആരോപണത്തിന് പിന്നാലെയായിരുന്നു CPMന്റെ പ്രത്യാരോപണം. CPM അട്ടപ്പാടി ഏരിയ സെക്രട്ടറി CP ബാബു, കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗവും പുത്തൂർ ലോക്കൽ സെക്രട്ടറിയുമായ രാജേഷ് എന്നിവരാണ് പ്രഭുദാസിനെതിരെ അഴിമതി ആരോപണം ഉയർത്തി രംഗത്തെത്തിയത്. ക്യാൻറ്റീനുമായി ബന്ധപ്പെട്ടും കമ്പ്യൂട്ടർ വൽക്കരണവുമായി ബന്ധപ്പെട്ടും ഡോക്ടർ പ്രഭുദാസ് അഴിമതി നടത്തിയെന്നാണ് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗം രാജേഷിന്റെ ആരോപണം. രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് പാവപ്പെട്ട ആദിവാസികൾക്ക് അവകാശപ്പെട്ട സഹായങ്ങൾ തട്ടിയെടുക്കുന്നു എന്ന ആരോപണം ഇന്നോ ഇന്നലെയോ കേട്ടു തുടങ്ങിയതല്ല. ഡോക്ടർ പ്രഭുദാസ് കോട്ടത്തറ ആശുപത്രിയിൽ ചുമതലയേറ്റ ശേഷമാണ് ഇതിലൊരു മാറ്റമുണ്ടായത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ആദിവാസികളുടെ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കാൻ തുടങ്ങിയതും അദ്ദേഹം സൂപ്രണ്ടായി എത്തിയ ശേഷമാണ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രി KK ശൈലജ ഇക്കാര്യം പരസ്യമായി സമ്മതിച്ചിട്ടുള്ളതാണ്. ഡോക്ടർ പ്രഭുദാസിനെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് സ്ഥലം മാറ്റിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മിന്നൽ സന്ദർശനത്തിന് പിന്നാലെയായിരുന്നു ഡോക്ടർ പ്രഭുദാസിന്റെ വിമർശനം. വീണ ജോർജ് ഫോൺ എടുക്കാറില്ലെന്ന അഭിപ്രായം സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്ന സാഹചര്യത്തിൽ ഫോൺ എടുക്കണമെന്ന സന്ദേശം CPM തലത്തിൽ തന്നെ ഉയർന്നു വന്നു. പ്രതിഭ MLA ആണ് മന്ത്രിക്കെതിരെ പരോക്ഷമായ ആരോപണം ഉന്നയിച്ചത്. തനിക്ക് ഏറെ അടുപ്പമുള്ള മന്ത്രി വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ലെന്നാണ് പ്രതിഭ പറഞ്ഞത്. അതിന് പിന്നാലെ ഫോൺ എടുക്കാത്ത മന്ത്രി വീണയാണെന്ന് കേരളം അറിഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പത്തനംതിട്ട നഗരത്തിലെ പാർട്ടി കമ്മിറ്റികളിൽ വിമർശനമുണ്ടായിരുന്നു. വീണ ജോർജിനെതിരെ CPM തലങ്ങളിൽ വൻ പ്രതിഷേധമാണുള്ളത്. KK ശൈലജയെ വെട്ടി ആരോഗ്യമന്ത്രിയായതാണ് വീണ ജോർജിന് സംഭവിച്ച ദുരന്തം. ആറന്മുളയിൽ വീണ ജോർജിന്റെ പ്രചാരണ പ്രവർത്തനത്തിൽ നിന്ന് 267 പാർട്ടി പ്രവർത്തകർ വിട്ടുനിന്നതായുള്ള CPMന്റെ തന്നെ അവലോകന റിപ്പോർട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു ഏരിയ കമ്മിറ്റി അംഗവും 4 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയതാണ് റിപ്പോർട്ട്. ഇത്തരത്തിൽ വീണ ജോർജിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് പുതുമയൊന്നുമില്ല. എന്നാൽ വീണ ജോർജിനോടുള്ള വ്യക്തിപരമായ അനിഷ്ടത്തേക്കാൾ കൂടുതൽ ഓർത്തഡോക്സ് സഭ ഐക്യജനാധിപത്യ മുന്നണിയുമായി സന്ധി ചേർത്തു എന്നതാണ് വാസ്തവം. UDF മാത്രമേ അടുത്ത അധികാരത്തിൽ വരികയുള്ളൂവെന്ന് ഓർത്തഡോക്സ് സഭ വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ സമുദായ അംഗത്തെ നിർത്തി തോൽപ്പിക്കരുതെന്ന് ഓർത്തഡോക്സ് സഭ കരുതിയെങ്കിൽ തെറ്റു പറയാനാവില്ല. പക്ഷേ വിനാശകാലി വിപരീത ബുദ്ധി എന്ന മട്ടിൽ വീണ ജോർജ് സ്വയം ഒരു ഇരയായി തീരുകയാണെന്ന് പറഞ്ഞാൽ മതി. ഏറ്റവും ഒടുവിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നടന്ന ഒരു ചെറിയ സംഭവത്തെ പർവ്വതീകരിച്ച് മന്ത്രി തുടങ്ങി വെച്ച ചർച്ചകൾ മന്ത്രിയുടെ തന്നെ അന്തസ്സിന് ഹിതകരമല്ലാതായി മാറിയിരിക്കുന്നു.